ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോർമാറ്റിംഗ് ഡേറ്റയെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഡേറ്റകളെ ഫോർമാറ്റ് ചെയ്യാം. അതാണ് ഫോർമാറ്റിംഗ് ഡേറ്റ എന്ന് പറയും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡേറ്റകൾ ഫോർമാറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. അതായത് ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ സാധാരണ ഒരു എക്സൽ ഷീറ്റിൽ എഴുതിയിരിക്കുന്ന ഡേറ്റയാണ്. ഓക്കെ, ഈ ഡേറ്റ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ സെയിൽസിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മാനേജറാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഒരു ഡേറ്റ കൊടുക്കണം. ഇങ്ങനെ ഒരു ഡേറ്റ കൊടുത്താൽ ഇത് ഒന്നും നമുക്ക് മറ്റൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇതിന് ഒരു അപ്പീലിംഗ് ഇല്ല, അല്ലെങ്കിൽ ഇതിന്റെ പറഞ്ഞ അപ്പിയറൻസ് ഡസൻ ലുക്ക് ഗുഡ് അല്ലെ, അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ലുക്ക് നൈസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേഷൻസ് പെട്ടെന്ന് മനസ്സിലാവൂല, പെട്ടെന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് ഫോർമാറ്റിംഗ് ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആവണേ. അപ്പം നമ്മൾ ഇതിനെ ഡേറ്റ നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ലയൻറ്റുകളെ ആയാലും ശരി, നമ്മുടെ മാനേജറെ ആയാലും ശരി, നമുക്ക് നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഫോർമാറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സെയിൽസ് റിപ്പോർട്ടിന്റെ ഡേറ്റയാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സെയിൽസ് ഓൺ ഓരോ സ്റ്റേറ്റിലെ സെയിൽസ് കാണാം, കണ്ടോ? അതുപോലെ തന്നെ കേരളമുണ്ട്, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങനെ പല സ്റ്റേറ്റിലെയും ഡേറ്റയാണ്. ഓരോ സ്റ്റേറ്റിലെ സെയിൽസിലെ ആൾക്കാരാണ്, സെയിൽസ് മാൻ ആണ് ഇത്, എത്ര ക്വാണ്ടിറ്റി, എത്ര പ്രൈസ്, അത് അതേപോലെ തന്നെ ഇതിവിടെ കണ്ടിട്ട് ഓരോ ഇപ്പൊ ഈ കേരളത്തിലുള്ള മൊത്തം ടോട്ടലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഡേറ്റയാണ്. ഈ ഡേറ്റേനെ നമ്മൾ ഇങ്ങനെ ഈ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ എന്താവൂല, ആർക്കും ഇംപ്രസ്സും ആവൂല, അല്ലെങ്കിൽ അതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമുക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജ് നമുക്ക് അവിടെ ക്ലിയർ ആവില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇതിനെ ഫോർമാറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ് ആഫ്റ്റർ ഫോർമാറ്റിംഗ്. കണ്ടോ? അപ്പൊ നല്ലൊരു ഹെഡിങ് ഒക്കെ കൊടുത്ത്, അതേപോലെ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ടായി, സെയിൽസ് കൺട്രി സെയിൽസ്, അതിന് കൊടുത്ത്, അതേപോലെ അത് ഇവിടെ ടോട്ടൽ ഉണ്ട് അല്ലെ, ഓരോന്നിനും ടോട്ടൽ. ഇത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മുടെ ഡേറ്റനെ എങ്ങനെയാണ് ഇതുപോലത്തെ ഡേറ്റ ആക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. നിങ്ങൾക്ക് ഈ എക്സൽ ഞാൻ ഇതിലൂടെ തരാം, നിങ്ങൾക്ക് അതിൽ തന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ടൈപ്പ് ചെയ്ത് സമയം കളയണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ അതിട്ട് പ്രാക്ടീസ് ചെയ്ത് ബൈ എൻഡ് ഓഫ് ദ ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ ഇതേപോലത്തെ ഒരെണ്ണം നല്ലൊരു ഫോർമാറ്റിംഗ് സാധനം ചെയ്യുക. അതുപോലെ കണ്ട ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കളഞ്ഞു, ഇവിടുത്തെ ഗ്രിഡ് ഒക്കെ കളഞ്ഞു അല്ലെ, ഗ്രിഡ് ഒന്നുമില്ല, എങ്ങനെയൊക്കെ ഗ്രിഡ് കളയാം, ഇത് മാത്രമായിട്ട് എങ്ങനെ കാണിക്കാം, ഇതിനെ കുറിച്ചിട്ടുള്ള ഫോർമാറ്റിംഗ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ക്ലിയർ ആയോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Everybody is clear? Clear ആണ് sir. Yes, sir. Yes, sir. ഇനി ഫോർമാറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇത്. കണ്ടോ? ഇവിടെയുണ്ട് ഫോണ്ട്, ഇത് ഫോർമാറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് അലൈൻമെന്റ്, നമ്പർ, സ്റ്റൈൽ, ഇങ്ങനെ ഈ 4 ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഫോർമാറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഈ പെയിന്റർ ഉണ്ട്. ഇത്തരം കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് 1 by 1 മനസ്സിലാക്കും. അതിലെ ആദ്യത്തെ ആണ് ഫോണ്ട്. ഫോണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ കേരള എന്ന് പറഞ്ഞ കൂടെ ഫോണ്ട് ക്ലിക്ക് ചെയ്യാം. ഫോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. വേണ്ട, ഫോണ്ട് കൊടുക്കുക. അപ്പൊ ഈ ഫോണ്ട് വേണമെങ്കിൽ നിങ്ങൾ അടുത്തെടുക്കുക. അടുത്തെടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആക്കാം. നിങ്ങൾക്ക് ഇനി മൾട്ടിപ്പിൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതാക്കണമെങ്കിൽ കണ്ട, അപ്പൊ ആ 4 ഇതാവും. ഇനി നിങ്ങൾക്ക് ഇത് വേറൊരു ഫോണ്ട് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. നോർമലി അൽജിബ്രൻ കണ്ട, ഒരു പറഞ്ഞ പർട്ടിക്കുലർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സെക്കൻഡ്. ക്ലിയർ? അതാണ് ഫോണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സാധനം. ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് കാണിച്ചു തരാണ് ഫോണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബോൾഡ് ആക്കാം.
നിങ്ങൾക്ക് ഒരുമിച്ച് എന്തെങ്കിലും ഇത്ര ആണെങ്കിൽ ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് ഒരുമിച്ച് ബോൾഡ് ആക്കാം. ഇനി നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യണം, അല്ല ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. ഇനി നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ്റെ അവിടെ ഒരു ക്ലിക്ക് ഉണ്ട്. അണ്ടർലൈനും ഉണ്ട്, ഡബിൾ അണ്ടർലൈൻ ഉണ്ട്. ഇതിനൊക്കെ ഡബിൾ അണ്ടർലൈൻ ആയി. ഇനി സിംഗിൾ അണ്ടർലൈൻ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സിംഗിൾ അണ്ടർലൈൻ. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോണ്ടിന്റെ സൈസ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. നോർമലി അറിയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇൻക്രീസ് ഫോണ്ട് ഉണ്ട് അല്ലെ, ഇൻക്രീസ് ഫോണ്ട്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് സൈസിങ് ഇൻക്രീസ് ആവും, ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ് ആവും. ക്ലിയർ? അതുപോലെ തന്നെ നമുക്കിവിടെ ബോർഡർ കളർ ഉണ്ട്. ബോർഡർ കളർ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൊടുക്കാം, ഓൾ ബോർഡേഴ്സ് വഴി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇത്രയും സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ബോർഡർ ആവും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ടോപ്പ് ബോർഡർ കൊടുക്കാം. ടോപ്പ് ബോർഡർ കൊടുക്കണമെങ്കിൽ ടോപ്പ് ബോർഡർ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ബോർഡർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ടോപ്പ് ബോർഡർ ആയി. ഈ ബോർഡറിന്റെ ലൈൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ബോർഡർ ലൈൻ സ്റ്റൈൽ ഉണ്ട്, നമുക്ക് നൺ മാറ്റിക്കളയാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരച്ച് കഴിഞ്ഞു. ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ ബോർഡറിന്റെ തന്നെ ഇതിൽ തന്നെ വേറൊരു ടോപ്പിക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഡെപ്തിൽ പഠിപ്പിക്കും. ഈ ഡ്രോ കളർ, ലൈൻ കളർ, ഇതൊക്കെ അതുപോലെ മോർ ബോർഡേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന്റെ ഇതിൽ തന്നെ ഇന്നത്തെ സെഷൻ തന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫിൽ കളർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കളർ ഫില്ല് ചെയ്യാം. അതാണ് ഫിൽ കളർ. ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് കളർ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് നോർമലി ഉപയോഗിക്കുന്ന കളറാണ് സ്റ്റാൻഡേർഡ് കളർ. തീം കളർ എടുക്കണമെങ്കിൽ തീം കളർ എടുക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് നോ ഫില്ല് വേണമെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് നോ ഫിൽ കൊടുത്തു കഴിഞ്ഞാൽ നോ ഫിൽ കൊടുക്കാം. അപ്പോൾ അത് പോയി. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി മോർ കളർ വേണമെങ്കിൽ ഇവിടെ മോർ കളർ ക്ലിക്ക് ചെയ്താൽ, മോർ കളർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളതിനുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ആ കളറൊക്കെ വരും, നോർമലി ഉള്ള സാധനം. ഇനി ഫോണ്ട് കളർ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനൊരു ഫോണ്ട് കളർ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഒരു ഫോണ്ട് കളർ വരും. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള നേരത്തെ പോലെ തന്നെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള റീസെന്റ് കളർ നമുക്ക് എടുക്കാം, സ്റ്റാൻഡേർഡ് കളർ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം കളർ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം. അതാണ് ഫോണ്ട് കളർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഡയലോഗ് ലോഞ്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡയലോഗ് ലോഞ്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഭാഗമുണ്ട്, ഇതിനാണ് ഫോർമാറ്റ് സെൽ എന്ന് പറയും. ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ വേറൊരു ഇന്ന് തന്നെ എടുക്കുമ്പോൾ ഇതിന്റെ തന്നെ ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിൽ ഞാൻ കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇതാണ് ഏകദേശം ഒരു ഫോണ്ടിന്റെ ഭാഗം പറയുന്നത്. ഓക്കെ. അതായത് നമുക്ക് ഇവിടെ ഇത് കൊടുക്കാം, സൈസ് കൊടുക്കാം, കളർ കൊടുക്കാം, ബോർഡർ കൊടുക്കാം. ഓക്കെ. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ബോർഡർ വരയ്ക്കാം. ഇപ്പൊ ഒരു ഡ്രോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരയ്ക്കുന്നിടത്ത് ബോർഡർ വരും. എന്താണ് ബോർഡർ വരാത്തേ എന്ന് ചോദിച്ചാൽ ലൈൻ സ്റ്റൈൽ. ഓക്കെ. ഇനി നമ്മളിവിടെ വരച്ചു കഴിഞ്ഞാൽ ബോർഡർ വരും. കണ്ട, എവിടെയാണോ വരയ്ക്കുന്നത് അവിടെ ബോർഡർ വരയ്ക്കാം. നമുക്കിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ബോർഡർ വരയ്ക്കാം. ഓക്കെ. ഞാനത് ഇവിടെ ലൈൻ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇഷ്ടമുള്ള ലൈൻ സ്റ്റൈൽ കൊടുക്കുക. ഞാൻ നണ്ണ് കൊടുത്തോണ്ടാണ് നേരത്തെ ബോർഡർ വരാണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതാണോ വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഇത് കൊടുത്തിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും ബോർഡർ വരാം. അതാണ് ബോർഡർ. നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. കണ്ടോ, ഇറേസ് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്യാം. കണ്ട, ഒരു സൈഡ് ഇറേസ് ചെയ്താണ് ഓരോന്ന് ഇറേസ് ചെയ്താണ്. അതാണ് ബോർഡർ ഇറേസ് ചെയ്യാം. എവിടെ പോയാ? ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ വേണമെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിൽ മാത്രം ബോർഡർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടോപ്പിൽ മാത്രം ബോർഡർ കൊടുക്കാം. കണ്ടപ്പോൾ ടോപ്പിൽ മാത്രം ബോർഡർ വന്നു. ഇനി നിങ്ങൾക്ക് അതേപോലെ തന്നെ ടോപ്പ് ബോർഡർ, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, നോ ബോർഡർ, ഓൾ ബോർഡർ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ബോർഡർ കൊടുത്താൽ ഓൾ ബോർഡർ വരും. കണ്ടോ, ഓൾ ബോർഡർ വന്നു. ഇനി നിങ്ങൾക്ക് കുറച്ച് 3-4 സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഓൾ ബോർഡർ കൊടുക്കാം. കണ്ടോ, അപ്പൊ എല്ലായിടത്തും ഓൾ ബോർഡർ വന്നു. ബോട്ടം തിക്ക് ബോർഡർ ഇതൊക്കെ കൊടുക്കാം. ഡ്രോ ബോർഡർ,
ഡ്രോ ബോർഡർ ഇറേസ് ചെയ്യാം, ലൈൻ കളർ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ലൈൻ കളർ കൊടുത്താൽ ഇനി നിങ്ങൾ വരയ്ക്കണം, ഇതിന് ആ കളർ വരും കേട്ടോ, ആ ബോർഡറിന് ആ കളർ വരും. ഇവിടെ നിങ്ങൾക്ക് വരയ്ക്കാം, അപ്പോൾ കളർ വരും കേട്ടോ, നിങ്ങൾക്ക് കളർ വരും. അതാണ് ലൈൻ കളർ. ലൈൻ സ്റ്റൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യും. ഇവിടെ മോർ ബോർഡർ ഉണ്ട്. മോർ ബോർഡർ വീണ്ടും പോകുന്നത് ഫോർമാറ്റ് സെല്ലിലേക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഫോർമാറ്റ് സെല്ലിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ പഠിക്കും. ക്ലിയർ ആയി? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോർഡർ വരയ്ക്കാം. പലതരം ബോർഡർ, തിക്ക് ബോർഡർ, ഡബിൾ ബോർഡർ, ഡ്രോ ബോർഡർ, ബോർഡർ കളർ, ലൈൻ സ്റ്റൈൽ, ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇൻട്രസ്റ്റിംഗ്? നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവാം, പക്ഷെ ഞാൻ അറിയുന്നവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യവും ചെയ്യണം, എന്നാലാണ് നിങ്ങൾ ഇതിന്റെ എക്സ്പെർട്ട് ആവും. ഞാൻ എന്താണ് നിങ്ങൾക്ക് ഈ ഒറിജിനൽ ഡേറ്റ ഒക്കെ തരാൻ പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്കിത് മൊത്തത്തിൽ ഞാനിവിടെ പറഞ്ഞതാണ്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മൊത്തം സെലക്ട് ആവും. അതായത് ഈ രണ്ട് കോർണറിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊത്തം ഇത് സെലക്ട് ആവും. അല്ലെങ്കിൽ വേറെ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അടിച്ചാലും മൊത്തം സെലക്ട് ആവും. എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു. കൺട്രോൾ മൊത്തം സെലക്ട് ആവും. ഇനി നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മുകളിൽ കോളം ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മൊത്തം സെലക്ട് ആവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഫോർമാറ്റ് കൊടുത്താൽ മതി. കണ്ട, അപ്പോൾ ആ ഫോർമാറ്റുകളൊക്കെ പോയി. ക്ലിയർ? നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലിയർ ഫോർമാറ്റ് കൊടുക്കുക. അപ്പം എല്ലാ ഫോർമാറ്റും പോയി. അപ്പം ഞാൻ നേരത്തെ തന്നതുപോലെ തന്നു. ഇതുവരെ എല്ലാവരും ക്ലിയർ ആയോ? ഇൻട്രസ്റ്റിംഗ്? മിണ്ടുന്നില്ലല്ലോ? ശരി. ഇനി നിങ്ങൾ എന്തായെന്ന് വെച്ചാൽ അടുത്ത ഭാഗമാണ് അലൈൻമെന്റ്. അടുത്ത ഭാഗമാണ് അലൈൻമെന്റ്. ഓക്കെ, എന്താണ് അലൈൻമെന്റ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് അലൈൻ. ഇപ്പൊ ടോപ്പ് അലൈൻ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതാണ് സെയിൽസ് റിപ്പോർട്ട് അല്ലേ. നമുക്ക് ടോപ്പ് അലൈൻ ക്ലിക്ക് ചെയ്ത് നോക്കി, കണ്ട മുകളിലേക്ക് പോയി. ക്ലിയർ ആയോ? ഇനി അടുത്ത് വന്നിട്ട് സെന്റർ മിഡിൽ അലൈൻ, കണ്ട മിഡിലേക്ക് വന്നു. ഇനി അടുത്തത് എന്താ? ബോട്ടം അലൈൻ, ബോട്ടമിലേക്ക് വന്നു. ഇത് ക്ലിയർ ആയല്ലോ? ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ടോപ്പ് അലൈൻ. ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അലൈൻ ലെഫ്റ്റ്, ഡിഫോൾട്ട് അലൈൻ ലെഫ്റ്റ് ആണ്, അലൈൻ സെന്റർ കൊടുത്തു. അലൈൻ സെന്റർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം മിഡിൽ അലൈൻ കൊടുത്താൽ ഇവിടെ വരും കേട്ടോ. ഇത് ക്ലിയർ ആയോ? കൃത്യമായിട്ട് നമുക്ക് മിഡിൽ വരുത്തിക്കാം. ഓക്കെ, ഇതാണ് ടോപ്പ് അലൈൻ, മിഡിൽ അലൈൻ, അതേപോലെ തന്നെ ബോട്ടം അലൈൻ. ഇത് ലെഫ്റ്റ് അലൈൻ, ലെഫ്റ്റ് മിഡിൽ അലൈൻ, സെൻട്രൽ അലൈൻ, അതുപോലെ തന്നെ റൈറ്റ് അലൈൻ. ഇതാണ് എന്ത്? ഇൻഡന്റ്. ഇപ്പൊ ഡിക്രീസ് ഇൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും. കണ്ട, ഇതടിച്ച് ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് അടിച്ച് റൈറ്റിലേക്ക് പോകും. നമുക്കൊരു കുറച്ച് മാത്രം മൂവ് ചെയ്ത് ചെയ്യണമെങ്കിൽ ആസാ. ക്ലിയർ ആണോ? ഇതിനെ പറയുന്നതാണ് ഇൻഡന്റ്. ഇൻക്രീസ് ഇൻഡന്റ്, കണ്ടു. ഡിക്രീസ് ഇൻഡ്, മൂവ് ഓർ കോണ്ടന്റ് ക്ലോസർ ടു ദി സെൽ ബോർഡർ, അതിനെയാണ് പറയുന്നത് ഇൻഡന്റ് എന്ന് പറയാം. ആ ടേമുകൾ നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആവാം. അതുകൊണ്ടാണ് ഞാൻ ആ ടേം എല്ലാത്തിനും ഇതിനൊക്കെ ഡയലോഗ് ലോഞ്ചർ, അല്ലെങ്കിൽ റിബൺസ്, അല്ലെങ്കിൽ ആക്റ്റീവ് സെൽ ഒക്കെ മൊത്തത്തിൽ പറയേണ്ടത് അതാണ്. ഷോർട്ട് കട്ട് കീ എല്ലാം നിങ്ങൾ ഫെമിലിയർ ആവാം. ഓക്കെ, ഇപ്പൊ ഇൻഡന്റ് മനസ്സിലായല്ലോ. അടുത്തതാണ് വെർട്ടിക്കൽ ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് യുവർ ടെക്സ്റ്റ് ഡയഗണലി ഓർ വെർട്ടിക്കലി. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ട, ഒരു സെക്കൻഡ്. ഈ ടെക്സ്റ്റിന് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂമിൻ്റെ സാധനം, ഈ ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓപ്ഷൻ കാണാം. ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ്, കണ്ട നിങ്ങൾക്ക് ഡാറ്റ ഇങ്ങനെ വരും. അതുപോലെ തന്നെ ആംഗിൾ ക്ലോക്ക് വൈസ് ഇങ്ങനെ വരും. വെർട്ടിക്കൽ ടെക്സ്റ്റ് പിന്നെ ഇങ്ങനെ വരും. വെർട്ടിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് അത് കുറച്ചും കൂടി വലുപ്പത്തിൽ കാണണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. കണ്ട,
ഇങ്ങനെ ഇരിക്കും വെർട്ടിക്കൽ ടെക്സ്റ്റ്. ക്ലിയർ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ്, റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ. ഇനി ഫോർമാറ്റ് സെൽ അലൈൻമെന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഭാഗം വീണ്ടും വരും. ഈ ഭാഗം വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഭാഗത്തിനെ കുറിച്ച് ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. എല്ലാത്തിലും ഫോർമാറ്റ് സെൽ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പഴയ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ക്ലിയർ ഫോർമാറ്റ് അടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഇതുപോലെ തന്നെ ഇരിക്കും. ക്ലിയർ ആയല്ലോ? എന്താണ് ഇത്രയും ഭാഗം മനസ്സിലായോ? ഇനി നമുക്കറിയാം റാപ്പ് ടെസ്റ്റ്. റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമ്പിൾ എഴുതിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എഴുതി അല്ലെ. നമ്മൾ ഇങ്ങനെയാണ് ഈ സാധനം എഴുതിയത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കിത് മനസ്സിലായി ഇത് ഒരു സെക്കൻഡ്, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ഓൾ ഫോർമാറ്റ് അടിക്കുക. ഫോർമാറ്റ് അടിച്ചാൽ ഡിജിറ്റൽ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതി. ഇതിന് നമ്മൾ റാപ്പ് ടെസ്റ്റ് കൊടുത്താൽ കണ്ട, റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന സെന്റൻസിനെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിനായാലും നമുക്ക് റാപ്പ് ടെസ്റ്റ് കൊടുക്കാം. റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ എഴുതിയിരിക്കുന്ന ആ സെന്റൻസിന് ഒറ്റ സെല്ലിലേക്ക് ആക്കി തരും. അതാണ് റാപ്പ് ടെസ്റ്റ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതി റാപ്പ് ടെസ്റ്റ് എഴുതണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെല്ലിലേക്ക് നിങ്ങളെ ആക്കി തരും. റാപ്പ് ടെസ്റ്റ് ക്ലിയർ ആണോ? അല്ല, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സുൽഫി കിട്ടണ്ടോ? ഓക്കെ, ഗുഡ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മെർജ് സെന്റർ. മെർജ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇതിങ്ങനെ എഴുതി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഴുതി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ മെർജ് സെന്ററിന് ക്ലിക്ക് ചെയ്താൽ കണ്ട, അത് ക്ലിക്ക് ചെയ്ത് ഒരു മെർജ് സെന്ററിലേക്ക് വരും. ഇവിടെ ഇത് ഒറ്റ സെൽ J6 എന്ന് പറഞ്ഞ സെല്ലായിട്ട് ഇത് വന്ന് മെർജ് സെന്റർ ആവാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ സെയിൽസ് റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് മെർജ് സെന്റർ കൊടുത്താൽ അത് മെർജ് ചെയ്ത് സെന്റർ ആവും. ക്ലിയർ? അതുപോലെ തന്നെയാണ് അടുത്ത ഓപ്ഷനാണ് മെർജ് അക്രോസ്. മെർജ് അക്രോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഇത്തരം 4 ഒരു റോ ഇത്ര സെലക്ട് ചെയ്തു, ഇനി മെർജ് അക്രോസ് അടിച്ചാൽ കണ്ട ഒരു സെല്ലിലുള്ള ഒരു റോയിലുള്ള എല്ലാ സെല്ലും ഇതുപോലെ മെർജ് ആവും. മെർജ് അക്രോസ് മനസ്സിലായോ? ഇല്ല, ഞാൻ ഇത്തിരി സ്പീഡിൽ പോണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തതാണ് മെർജ് സെല്ല്. മെർജ് ആൻഡ് സെന്റർ ഉണ്ട്, മെർജ് അക്രോസ് ഉണ്ട്. മെർജ് സെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇത് മെർജ് സെല്ല് കൊടുത്താൽ നിങ്ങൾ ഇതിന് മെർജ് സെല്ല് കൊടുത്താൽ മെർജ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ഇരിക്കും. ക്ലിയർ ആയോ? മെർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർജ് ചെയ്ത് സെന്ററിലിരിക്കും. എന്തുകൊണ്ടാണ് ലെഫ്റ്റിൽ വരാനുള്ള കാരണം? ടെക്സ്റ്റ് എപ്പോഴും ലെഫ്റ്റ് ആയിരിക്കും. മനസ്സിലായില്ല? ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞതാ, നിങ്ങൾ ഒരു ടെക്സ്റ്റ് എഴുതിക്കോ ഡിഫോൾട്ട് ലെഫ്റ്റ് ആയിരിക്കും, നമ്പർ എഴുതിക്കോ ഡിഫോൾട്ട് റൈറ്റ് ആയിരിക്കും. കണ്ടോ?
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ടോ, ഒരു എറർ ആണെങ്കിൽ സെൻറ്റർ ആയിരിക്കും ഡിഫോൾട്ട്. ഞാൻ ഇന്നലെ ഇത് കാണിച്ചു തന്ന നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിനെ ഇവിടെ ജനറലി ചെന്ന് കഴിഞ്ഞാൽ പല നമ്പർ ഫോർമാറ്റ് ആക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കാം. ഇപ്പൊ ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും അടിയിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കാം. അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് വന്നു. കണ്ടു, ടെക്സ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരും. പക്ഷെ ഡിഫോൾട്ട് നമ്പർ ഫോർമാറ്റ് ആയതുകൊണ്ട് റൈറ്റിലേക്ക് വരും. നമുക്ക് വേണമെങ്കിൽ അതിന് ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കാം. ക്ലിയർ? അപ്പൊ ഇതിലേക്ക് ആക്കണം എന്നുള്ളത് ഇവിടെ നമുക്ക് ഉണ്ട്. കറൻസിയിലേക്ക് ആക്കാൻ വേണമെങ്കിൽ കണ്ടോ, കറൻസിയിലേക്ക് ആക്കുമ്പോൾ കറൻസി സിമ്പിൾ അവിടെ വരും. അതേപോലെ അക്കൗണ്ടിങ്ങിലേക്ക് ആക്കാൻ ഷോർട്ട് ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ഡേറ്റ് കൊടുക്കാം, ജനറൽ കൊടുക്കാം, നോ സ്പെസിഫിക് എന്നാണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ആക്കാൻ വേണമെങ്കിൽ കണ്ടോ, പെർസെൻറ്റേജ് ആക്കാം. അതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ഫ്രാക്ഷൻ ആക്കാം. സയന്റിഫിക്സ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ഇതാണ് ഇഷ്ടമുള്ള ഫോർമാറ്റ് നമുക്ക് കൊടുക്കാം. ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നോ സ്പെസിഫിക് ഫോർമാറ്റ് ആണ്. ക്ലിയർ ആയോ? അലൈൻമെന്റ് ക്ലിയർ ആയോ? ഇല്ല. ക്ലിയർ ആയി. Yes, sir. ഇൻട്രസ്റ്റിംഗ്. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ എക്സൽ ഷീറ്റ് ഇന്ന് ജസ്റ്റ് തരാം. ഇല്ല, എക്സൽ ഷീറ്റ് ഞാൻ തരുന്നതിന് മുന്നേ നിങ്ങളത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് ഒന്ന് ചെയ്യാം എല്ലാവരും. അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത ഭാഗം എടുക്കാം. എന്നിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അവസാനം ഇതുപോലത്തെ എല്ലാവരും ഉണ്ടാക്കണം. എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഫോർമാറ്റിംഗ് ഭാഗം ക്ലിയർ ആവും. ഇപ്പൊ Sir, ആ എന്താണ് മെർജ് അക്രോസ് പറഞ്ഞിട്ടോ ഒന്നുകൂടി പറഞ്ഞുതരാവോ? ആ മെർജ് ടൈം നെറ്റ് അക്രോസ്? ഒന്ന് റീകണക്ട് ആയി പോയി. മെർജ് അക്രോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു 4-5 റോ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മെർജ് അക്രോസ് കൊടുത്താൽ, മെർജ് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയിലുള്ള കോളംസ് ഇങ്ങനെ മെർജ് ആവും. മനസ്സിലായോ? ഓക്കെ സാർ. ഇല്ല. ഇല്ല, അത് മുകളിലത്തെ മാത്രമേ പോവുള്ളൂ. മീൻസ് അതിന്റെ അതല്ല, ഇപ്പൊ നോക്ക്, 4 ഇതുപോലെ കണ്ട് ഇത്ര റോ ഉണ്ടല്ലോ, 1 2 3 4 റോ അല്ലെ. ഈ ഓരോ റോയിലുള്ള കോളം മെർജ് ആവും. അതാണ് മെർജ് അക്രോസ്. ഫുൾ മെർജ് ഓക്കെ സാർ. കൊടുത്താൽ ഫുൾ കൊടുത്താൽ ഫുൾ മെർജ് ആവും. കണ്ട വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. നിങ്ങളിതിപ്പോ ചെയ്യണം. ഞാൻ ജെനുവിൻലി ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും കോളേജിൽ ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ പല രീതിയിൽ എക്സൽ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ചെറുതായിട്ടാണ്, അൺസയന്റിഫിക്കലി ആയിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു 1 വീക്ക് ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഇതിനെ സയന്റിഫിക്കലി മനസ്സിലാക്കും, ഇതിനെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും, അങ്ങനെ കുറച്ച് അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതല്ല ഈ എക്സൽ എന്ന് പറയുന്നത്. നിങ്ങളായാലും ഇപ്പോൾ ഓരോന്ന് കാണുമ്പോഴായാലും നിങ്ങൾക്കായാലും പല കാര്യങ്ങളും മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും കേട്ടിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇത് കൃത്യമായിട്ട് ചെയ്യണം. ചെയ്യുമ്പോഴാണ് ഇത് ഓരോ കാര്യത്തിന്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവാം. ക്ലിയറായോ? ഇപ്പൊ മെർജ് സെന്റർ, വെറും മെർജ് സെൽ, അൺമെർജ് സെൽ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ നമുക്ക് അൺമെർജ് സെൽ അടിക്കാം. അൺമെർജ് സെൽ അടിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ അൺമെർജ് സെൽ. ഇവിടെ നമ്മൾ കുറച്ച് മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അൺമെർജ് സെൽ അടിച്ചാൽ മതി, പഴയതുപോലെ. മനസ്സിലായോ? ഇവിടെ നമ്മൾ മെർജ് ചെയ്തിട്ടുണ്ട്, അൺമെർജ് സെൽ അടിച്ചാൽ മതി, പഴയതുപോലെ ആവും. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ സെല്ലിലാണ് നമ്മൾ ഇരിക്കണല്ലേ. ഈ സെല്ലിൽ നമ്മൾ എന്തിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്തിട്ട് ആ സെല്ലിൽ കൃത്യമായിട്ട് ഇരിക്കുന്നില്ല അല്ലെ. അപ്പൊ നിങ്ങൾ റാപ്പ് ടെക്സ്റ്റ് കൊടുത്ത് നോക്കി, ആ സെല്ലിൽ കൃത്യമായത്. അതാണ് റാപ്പ് ടെക്സ്റ്റ്. അപ്പൊ ചില സെന്റൻസുകളോ പാരഗ്രാഫുകളോ ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇരിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുക, റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആ പാരഗ്രാഫിന്റെ അടുത്ത് കൃത്യമായിട്ട് അത് വരും. ഐഡിയ കിട്ടിയോ? Yes, sir.
ഇനി അപ്പൊ ഇതാണ് ഞാൻ ഇതിന്റെ പെയിന്റ് കാണിച്ചുതരാം. ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ ഞാൻ കണ്ടു. ഇതിൽ സ്റ്റൈലിലൊരു കാര്യമുണ്ട്. ഈ ന്യൂ സ്റ്റൈൽ കാര്യമുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അതിന്റെ കൂടി ആവശ്യം. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫോർമാറ്റിംഗ് സെൽ എന്ന് പറയാം. ഓക്കെ, ഫോർമാറ്റിംഗ് സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഇതിന്റെ ഈ ഡയലോഗ് ലോഞ്ചർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫോർമാറ്റ് സെൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താലും ഫോർമാറ്റ് സെൽ, ഇവിടെ ക്ലിക്ക് ചെയ്താലും ഫോർമാറ്റ് സെൽ, എവിടെ ക്ലിക്ക് ചെയ്താലും ഫോർമാറ്റ് സെൽസിലേക്ക് പോകണേ. ഇങ്ങനെ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ ഇവിടെ വരാം ഫോർമാറ്റ് സെൽ. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ നമുക്ക് നമ്പർ ഉണ്ട്, അലൈൻമെന്റ് ഉണ്ട്. കണ്ട് ഈ അലൈൻമെന്റിനെ കുറിച്ച് ഒന്നും കൂടി നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ഫോണ്ട് ഉണ്ട്, ഇവിടെ ചെയ്യാത്ത പല കാര്യങ്ങളും കൂടെ ഫോണ്ടിൽ ചെയ്യാം. ബോർഡർ ഉണ്ട്, ഇവിടെ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും ബോർഡർ ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ ഫില്ലുണ്ട്, ഫില്ല് നമുക്ക് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാം. അത്യാവശ്യം കുറച്ചാഴ്ച ഒരു ഐഡിയ കിട്ടിയോ? ഇനി നിങ്ങൾ കൺട്രോൾ 1 അടിച്ചാലും നിങ്ങൾക്ക് ഫോർമാറ്റ് സെല്ലിലേക്ക് വരും. കൺട്രോൾ 1. ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ഫോണ്ട്, അലൈൻമെന്റ് കാര്യങ്ങള് മനസ്സിലായി. മനസ്സിലായി. എനി ഡൗട്ട്? ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. അതാണ് നിങ്ങൾ ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാം. കൺട്രോള് എന്തടിച്ചാലാണ് ഫോർമാറ്റ് സെല്ല് വരുന്ന പറഞ്ഞ കൺട്രോൾ 1 അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനുള്ളതാണ് കൺട്രോൾ എ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പഠിക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് മൊത്തം സെലക്ടഡ് ആവും. ഇനി ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ ശരിക്കും നമുക്ക് തറവാവുള്ളൂ. ക്ലിയർ ആയി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സമയം പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഇപ്പൊ തരാം. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ചെയ്തോളൂ. ഞാൻ അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഈ ഷീറ്റ് തരാം കേട്ടോ. ഓക്കെ, ഈ എക്സൽ ഷീറ്റ് തരാം. അത് എന്നിട്ട് അതിലേക്ക് വരാൻ നിങ്ങൾ അല്ലാണ്ടാണ് ഇപ്പൊ തന്നെ പ്രാക്ടീസ്. എക്സൽ ഷീറ്റ് ഞാൻ നമുക്ക് അവസാനം തരാം. അവസാനം തന്നിട്ട് ആ ഒരു ടാസ്ക് ചെയ്യണം. അപ്പൊ എല്ലാവരും ഈ പറയുന്ന എല്ലാ ഫോണ്ടും ഓരോന്നും എടുത്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലെടുത്ത് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിയർ സെല്ല് അടിച്ചാൽ മതി. ക്ലിയർ സെല്ല് അടിച്ച് മാറ്റാം. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് മാത്രം ചെയ്താൽ മതി. നമ്മളെല്ലാ പ്രധാനപ്പെട്ട ഭാഗത്തേക്കും വരും. ഇന്ന് ഇത്രയും 2 ദിവസം പഠിച്ചതിന്റെ 2 ഇരട്ടിയാണ് നാളെ പഠിക്കാം. 2 ഇരട്ടി. അപ്പൊ നമ്മൾ ഈ ഇത്തരം ക്ലാസ് കൊണ്ട് നമ്മൾ പക്കയാവും. നിങ്ങൾ ഇതിന്റെ എന്താ പറയാ, എക്സലിന്റെ വേറെ ലെവൽ നമ്മൾ പഠിക്കും കേട്ടോ. ഇപ്പൊ ഞാനൊരു ബേസിക് ആണ്, നിങ്ങൾക്ക് ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം കുറച്ച് കോൺസെപ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. എന്താണ് റിബൺ, എന്താണ് ടാബ്, എന്താണ് ഗ്രൂപ്പ്, എന്താണ് ഡയലോഗ് ലോഞ്ചർ, അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് സെൽ, അല്ലെങ്കിൽ എന്താണ് നാവിഗേഷൻ, എന്താണ് ഫോർമാറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഒരു 10 മിനിറ്റ് ഒന്ന് ചെയ്യാം. 10 മിനിറ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് പോസ് ചെയ്യാണ്, റെക്കോർഡിങ് കേട്ടോ. സ്റ്റോപ്പ് റെക്കോർഡിങ് ചെയ്യാം.